ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സുമായിട്ടാണ്. ഈന്തപ്പഴംപൊരി അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് നിറയില്ല, ഇനി കുറച്ച് താഴെയായിട്ട് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നൈസ് അരിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാവിന് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റും ചേർത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തേക്കുന്നത്. ഇത് അധികം ചേർക്കേണ്ട, ഒരുപാടായാൽ ഭയങ്കര പുളിപ്പായി പോവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ കറക്റ്റ് മെഷറിംഗ് കപ്പിൽ തന്നെ അളന്നെടുത്തതാണ്. നമ്മൾ മൈദ എടുത്ത അതേ അളവിൽ തന്നെയുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് നമുക്ക് കുഴയ്ക്കേണ്ട, കുറച്ച് കട്ടിയോട് കൂടി വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചുടച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. അതുപോലെ ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കേണ്ട, ഇതേപോലെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ആ വെള്ളം മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിന് കുഴച്ചെടുക്കണം. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുളിക്കാനായിട്ട് വെക്കണം. ഞാനിത് ഏകദേശം 2 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായി പുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു പാകത്തിനായി കിട്ടും. കണ്ടോ, ഒരുപാട് ലൂസൊന്നുമല്ല, നല്ല തിക്കായിട്ട് തന്നെയാണ് മാവിരിക്കുന്നത്. മാവ് ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അത് ഈന്തപ്പഴത്തിൽ പിടിക്കുകയില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ മാവ് റെഡിയാക്കി എടുക്കാൻ നോക്കണം. അപ്പോൾ ഈന്തപ്പഴം ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് കുരു കളഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇത് അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമല്ല, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചധികം ടൈം കുക്ക് ചെയ്യണം, ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ. അപ്പോൾ അതായത് സിമ്മിലിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ ഈന്തപ്പഴം പൊരി ഉണ്ടാക്കുമ്പോൾ. സോഫ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും ഇതേ സെയിം മാവ് തന്നെയായിട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഈന്തപ്പഴമൊക്കെ ഈ മാവിലേക്ക് നമുക്ക് മുക്കി കൊടുക്കാം. ഇതൊരു സ്പൂൺ വെച്ച് താത്തി കൊടുത്തിട്ട് നന്നായി അതിലേക്ക് മാവൊക്കെ പിടിപ്പിച്ച് വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും സ്പൂണും കൊണ്ട് കോരിയിടാം. കണ്ടോ, ഇതേ ഒരു തിക്കിൽ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം അങ്ങനെ പുറത്തേക്ക് തെളിഞ്ഞു വരും. ഈ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ നോക്കണം. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് അതിലേക്കിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഞാൻ ഈ മാവ് റെഡിയാക്കിയപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ചേർത്തു. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈന്തപ്പഴത്തിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ആ മധുരം മാത്രം മതി, വേറെ മധുരം ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു പുറമായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. കാരണം എൻ്റെ ഈന്തപ്പഴം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ കുക്ക് ചെയ്തത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് കുക്ക് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഇത് തിരിച്ചു മറിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കണം.
അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം പൊരി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.